ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കണം. പത്തിരിയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. ഞാനിവിടെ പത്തിരിയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിക്കനും മുട്ടയും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടും വെക്കാം. ഈ ബീഫ് ആയിരുന്നാലും ചിക്കൻ ആയിരുന്നാലും മുട്ട ആയിരുന്നാലും മസാലകളെല്ലാം സെയിം തന്നെയായിരിക്കും. ഈ മുട്ടയുടെ മസാല നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ മസാലയിൽ നിന്ന് പകുതി മസാല എടുത്ത് മാറ്റാം. എന്നിട്ട് പകുതി മസാലയിലേക്ക് നമ്മൾ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്യുക. ബാക്കിയുള്ള മസാലയിലേക്ക് മുട്ട കൊത്തി പൊരിച്ചിട്ടിട്ട് മുട്ടയുടെ മസാല ഉണ്ടാക്കുക. എന്നിട്ട് ചട്ടിപ്പത്തിരി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലെയർ നമ്മൾ ചിക്കൻ വെക്കുക, ഒരു ലെയർ മുട്ടയുടെ മസാല വെക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലാണ് ഈ മൈദപ്പൊടി നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ ദോശമാവിന്റെ ഒരു പരുവത്തിലായിരിക്കണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ബോണോട് കൂടിയാണ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ബോണോട് കൂടിയുള്ള ചിക്കൻ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ 400 ഗ്രാം ചിക്കൻ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബോണൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു 250 ഗ്രാം ചിക്കൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഈ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ കുരുമുളകിന്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പകുതി മാത്രം നമ്മൾ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ചേർത്താൽ മതി. ബാക്കിയുള്ളത് മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് വേണം നമുക്ക്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ മസാലയ്ക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകിന്റെ പൊടിയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം, പച്ചമുളകും വേണം, പിന്നെ കറിവേപ്പില. പിന്നെ ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ നമ്മൾ ചട്ടിപ്പത്തിരി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ പത്തിരിയുടെ മുകളിൽ ഓരോ ചെറിയ കഷ്ണം വീതം വെച്ച് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചട്ടിപ്പത്തിരി നമ്മൾ സെറ്റ് ചെയ്യാൻ പോണതിന് മുമ്പ് പത്തിരി നമ്മൾ മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു കുരുമുളകിന്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചിക്കൻ്റെ ഈ ബോണൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഈ ചിക്കൻ നമ്മളൊന്ന് മീൻസ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് പകുതി ചേർക്കാം. പകുതി നമുക്ക് ആ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണം. പിന്നെ പച്ചമുളക് ചേർക്കാം. പച്ചമുളകും പകുതി ചേർക്കാം. പച്ചമുളക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് പകുതി നമുക്ക് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടി നമ്മൾ ചേർക്കണില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം. അതായത് ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. ഇപ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിക്കാം. നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടും ചിക്കൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുകയാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് നമ്മൾ വെള്ളം നമ്മൾ വറ്റിക്കണം. ഈ ചിക്കൻ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് വെള്ളം ഉണ്ടാവാൻ വഴിയില്ല. ഇൻ കേസ് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഈ ചിക്കൻ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഈ ചിക്കൻ്റെ ബോണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ്റെ മീറ്റ് മാത്രമായിട്ട് ഇടുക. ഈ മീറ്റ് നമ്മളൊന്ന് മീൻസ് ചെയ്തെടുക്കണം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ചിക്കൻ നമുക്ക് കുറച്ചൊരു പരന്നൊരു പ്ലേറ്റിലിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചൂടാറി കിട്ടും. ഈ ചിക്കൻ നമ്മൾ ബോണോട് കൂടി വേവിച്ചെടുക്കുമ്പോൾ ആ ചിക്കന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ബോണുള്ള ചിക്കൻ എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന മസാലകളൊന്നും മാറ്റി കളയരുത്. ഈ ചിക്കൻ്റെ ബോണ് മാത്രം മാറ്റിയാൽ മതി. ഈ മസാലകൾ എല്ലാവരും കൂടി ചേർത്തിട്ട് വേണം മിക്സിയിലിട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പത്തരി ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് മിൽക്ക് ചേർക്കാം. ഇപ്പം മാവ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം മാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ടെങ്കിൽ തരിയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പത്തരി ഉണ്ടാക്കാം. ഇനി നമുക്ക് പത്തരി ഉണ്ടാക്കിയെടുക്കാം. പത്തരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ പത്തരിയുടെ വലിപ്പം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിപ്പത്തരി നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണ പാത്രത്തിൻ്റെ വലിപ്പത്തിലായിരിക്കണം നമ്മൾ പത്തരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരുപാട് ഒഴിക്കണ്ട, പാൻ്റെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എണ്ണ ഒഴിച്ചാൽ മതി. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇനി നമുക്ക് നല്ല കനം കുറച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കാം. ഇത് നമ്മൾ ഒരുപാട് മൊരിയിച്ചെടുക്കണ്ട, 2 സൈഡും നന്നായിട്ടൊന്ന് വെന്താൽ മതി. അപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് എല്ലാം ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. 7 പത്തരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ മീൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നമുക്ക് വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ചേർക്കാം. കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയൊന്നും നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ്റെ മസാല ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഈ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ മുളകിൻ്റെ പൊടി ഞാൻ ചേർക്കണില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി നമുക്ക് ഗരം മസാലയുടെ പൊടി ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർക്കാം. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല കുറച്ചും കൂടി നന്നായിട്ട് ജ്യൂസി ആയിട്ട് ഇരിക്കും. നമുക്ക് ചെറിയ കഷ്ണം ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. ഇപ്പോൾ നമ്മുടെ
ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച 3 മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഒരു നുള്ളു ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുട്ട ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലാണ് ബീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. എന്നാൽ മാത്രമേ പത്തിരി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നല്ല എളുപ്പത്തിൽ മുക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി നമുക്ക് സെറ്റാക്കാം. ഇപ്പം നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള പത്തിരിയും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്, പിന്നെ ഡിപ്പ് ചെയ്യാനുള്ള മുട്ടയും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള ഒരു പാൻ വേണം. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കണ ഈ മുട്ടയിലേക്ക് നമ്മൾ ഈ പത്തിരി നമ്മളൊന്ന് ഡിപ്പ് ചെയ്യുക. രണ്ട് സൈഡ് ഇങ്ങനെ ഡിപ്പ് ചെയ്യണം. ഈ പത്തിരി എടുത്തിട്ട് നമ്മൾ ഈ പാൻ്റെ ഉള്ളിൽ വെക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയർ ചിക്കൻ മസാല ചേർക്കാം. ഈ മസാല ഈ പത്തരിയുടെ എല്ലായിടത്തും ആവണം. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. ചേർത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇതിൻ്റെ മുകളിലും ഇങ്ങനെ തന്നെ നമുക്ക് ചിക്കൻ്റെ മസാല ഇടാം. ഇതിങ്ങനെ 7 ലെയറും ഇങ്ങനെ തന്നെ വെക്കണം. ഇപ്പം നമ്മൾ 6 പത്തരി നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഏറ്റവും മുകളിൽ നമുക്ക് അവസാനത്തെ പത്തരിയും കൂടി വയ്ക്കാം. മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. ഏറ്റവും മുകളിൽ ഇതേപോലെ പത്തിരി വരണം. ഏറ്റവും മുകളിൽ നമ്മൾ ഇനി ചിക്കൻ നമ്മൾ ഇട്ടില്ല. ഇനി നമ്മൾ ഡിപ്പ് ചെയ്യാൻ എടുത്താൽ നമ്മൾ ആ മുട്ടയുടെ ബാക്കി ഉണ്ടാവും. ആ മുട്ടയുടെ ബാക്കി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫില്ലായി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും വയ്ക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ അടിയേക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങും. അപ്പോൾ മറ്റേ സൈഡ് കൂടി ഒന്ന് തിരിച്ചിടണം. ഇതിന് കറക്റ്റ് പാകത്തിലുള്ള ലിഡും വേണം. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ സൈഡിൽ കൂടെ മുട്ട ഒഴിച്ചു കൊടുത്താലും ഇതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളത് മറിച്ചിടാൻ പോണതിന് മുമ്പ് ഇങ്ങനെ പതുക്കെ ഒന്ന് സൈഡൊന്ന് വിരിയിച്ച് കൊടുത്തിട്ട് വേണം ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് മറ്റേ സൈഡ് കൊണ്ട് നമുക്കൊന്ന് തിരിച്ചിടാം. നമുക്ക് മറ്റേ സൈഡ് കൂടി ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഈ പത്തിരി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 7 ലെയർ വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയേക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ലെയർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം.